ഹലോ ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ സ്പെഷ്യൽ വൈതനങ്ങ വരട്ടേൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും പിന്നെ നമ്മളെ വെളിയുള്ളി ഉണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ പച്ചമുളക് ചിന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈതനങ്ങ അതുകൂടി നല്ല ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ അടുപ്പൊന്നും ശ്രദ്ധിക്കേണ്ട, കാരണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഇഞ്ചി ചിറ്റുള്ളി ഉണ്ടല്ലോ അതും കൂടി ചതച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് കുറച്ചും കൂടി മൂടി വെക്കാം, കാരണം ഇത് വരട്ടി എടുക്കണമല്ലോ. അപ്പോൾ ഇത് വരട്ടി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ സ്ലോ ആക്കിയിട്ട് വരട്ടി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ റെസിപ്പിയുടെ റെഡി.